ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഈന്തപ്പഴം ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവത്തില്ല അല്ലേ? കാരണം ഏറ്റവും കൂടുതൽ നാരുകൾ, ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളതും കൊച്ചു കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്ക് കഴിക്കാവുന്നതും ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാൽഷ്യമുണ്ട്, വൈറ്റമിൻ B12, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, പലവിധ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത്രയുമുള്ള സമൃദ്ധമായി നാരുകൾ അടങ്ങിയിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് എനർജി കൂട്ടാൻ സാധിക്കുന്ന പൊട്ടാസ്യം പോലുള്ള ഘടകങ്ങൾ, ഷുഗർ പോലുള്ളവ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഫ്രൂട്ടിനെ പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആവത്തില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്ത്, നോമ്പ് ഇപ്പോൾ തുടങ്ങുകയാണ്, നോമ്പ് സമയത്ത് എല്ലാ മുസ്ലിം സഹോദരന്മാരും നോമ്പ് തുടങ്ങുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് അവർ പ്രധാനമായിട്ടും ഊർജ്ജത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണവും ഈ ഈന്തപ്പഴം തന്നെയാണ്. നൂറ്റാണ്ടുകൾ മുതൽ ഈന്തപ്പഴമാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈന്തപ്പഴം ഇപ്പോൾ ഈ ഒരു സീസണിൽ ബൾക്കായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുമുണ്ട്. എന്നാൽ ഈന്തപ്പഴം വാങ്ങുമ്പോഴും കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈന്തപ്പഴം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പാക്കറ്റിൽ വരുന്നു, അത് പാക്കറ്റ് പൊട്ടിച്ച് അതേപടി എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മറ്റേതൊരു പഴമാണെങ്കിലും മുറിച്ച് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയൊക്കെ ചെയ്യുക. എന്നാൽ ഈന്തപ്പഴത്തിന് അങ്ങനെ രീതിയില്ല, തുറന്ന് അതേപടി എടുത്ത് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഈന്തപ്പഴം ഇങ്ങനെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഈന്തപ്പന എന്ന് പറയുന്നത് കടുത്ത ചൂടിലാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൂടുള്ള അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് അവിടെയുള്ള മോത്തുകൾ പോലുള്ള പ്രാണികൾ, ബീറ്റിൽ പോലുള്ള വണ്ടുകൾ, ഇവയെല്ലാം തന്നെ ഈന്തപ്പഴം മൊട്ടിട്ട് വരുന്ന സമയത്ത് അതിനകത്ത് മുട്ടയിട്ട് വയ്ക്കാറുണ്ട്. പലപ്പോഴും ഈ ഈന്തപ്പഴം പഴമാകുന്ന സമയത്തായിരിക്കും ഇവ മുട്ട വിരിഞ്ഞ് ലാർവ അതിനകത്തുണ്ടാകുകയും ഇവ പ്രാണിയായിട്ട് രൂപം മാറുന്നതിന് മുമ്പുള്ള പുഴുവിൻ്റെ ഫോമിൽ ഇതിനകത്ത് ഉണ്ടാകുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന ഈന്തപ്പഴത്തിനകത്ത് ഈ പുഴുവിൻ്റെ സാന്നിധ്യം കാണാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ഇത് തുറക്കാത്തുണ്ടോ പൊട്ടിക്കാത്തുണ്ടോ നമ്മളിത് കഴിക്കുകയും ചെയ്യും. നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണാം, ഇതിനകത്ത് പുഴു വ്യാപകമായിട്ട് കാണാൻ സാധ്യതയുണ്ട്. പൊളിക്കാത്തതുകൊണ്ടാണ് പലരും അറിയാത്തത്. അത് ഒന്നാമത്തെ കാര്യം. എന്നാൽ പലപ്പോഴും ഈ പുഴു ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇല്ല. കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ പുഴു പലപ്പോഴും നമ്മുടെ ദഹനരസത്തിൽ ദഹിച്ചങ്ങ് പോകും. പലപ്പോഴും ഇത് പൊട്ടിച്ച് പുഴു ഉണ്ടെന്ന് കാണുമ്പോഴാണ് ഇത് ആൾക്കാർക്ക് ഓർക്കാനോ ബുദ്ധിമുട്ടോ എല്ലാം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ പലർക്കും ഇത് പ്രോബ്ലം ചെയ്യാറില്ല. ചിലർക്ക് ഇത് വളരെ ചെറിയ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. എന്നാൽ രണ്ടാമതൊരു പ്രോബ്ലം ഉണ്ട്. ഈ ഈന്തപ്പഴത്തിനകത്ത് ഉയർന്ന അളവിലുള്ള ഷുഗർ ലെവൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ടും നനവ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടും ഇതിനകത്ത് ഫംഗസ് വളരാനുള്ള സാധ്യതയുണ്ട്. അതായത് ആസ്പെർജില്ലസ് നൈഗർ എന്ന് വിളിക്കുന്ന ഒരിനം പൂപ്പലുകളുടെ സാധ്യത അല്ലെങ്കിൽ അവയുടെ സാന്നിധ്യം ഈന്തപ്പഴത്തിൻ്റെ അകത്ത് കാണാം. പ്രത്യേകിച്ച് ഈന്തപ്പഴത്തിൻ്റെ കുരുവിനോട് ചേർന്നിട്ടായിരിക്കും ഈ ആസ്പെർജില്ലസ് എന്ന് വിളിക്കുന്ന ഈ പൂപ്പൽ ബാധ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഈ പൂപ്പൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വായിലൂടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് നല്ല വയറുവേദന, പ്രത്യേകിച്ച് കഠിനമായ വയറുവേദന, ഓക്കാനം, ഇറിറ്റേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളോ ലൂസ് മോഷൻ പോലുള്ള ബുദ്ധിമുട്ടോ കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ വയറിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ പലപ്പോഴും ആൾക്കാർ തിരിച്ചറിയാറില്ല. ഈന്തപ്പഴം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നോമ്പല്ലേ, നോമ്പ് പിടിച്ചിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ വയറിന് ചെറിയ ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടായിരിക്കാം വയറ് വേദനയോ ഓർക്കാനോ വരുന്നത്, അല്ലെങ്കിൽ ലൂസ് മോഷൻ വരുന്നതെന്ന് വിചാരിച്ച് ഇതങ്ങ് തള്ളിക്കളയും. ആരും ഈന്തപ്പഴത്തിനകത്തുള്ള ഈ പൂപ്പലിനെ പറ്റി ആലോചിക്കാറുമില്ല. പലപ്പോഴും ഈ പൂപ്പൽ ബാധ കാണുന്നത് ഈന്തപ്പഴത്തിനകത്ത് കുരുവിനോട് ചേർന്നിട്ട് ഒരു കറുത്ത നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ പോലെ ഒരുപക്ഷെ കണ്ടുവന്ന് വരാം, വളരെ ചെറിയ തോതിൽ കണ്ടുവന്ന് വരാം. അതല്ലെങ്കിൽ ഇവയ്ക്കകത്ത് ഒരു കറുത്ത പൊടി കണ്ടുവന്ന് വരാം. കറുത്തതോ അല്ലെങ്കിൽ ചാര കളറിലായിട്ടുള്ള പൊടികളെല്ലാം തന്നെ ഈ ആസ്പെർജില്ലസിൻ്റെ സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ എടുക്കുന്ന സമയത്തോ പൊട്ടിക്കുന്ന സമയത്തോ വളരെ കൂടുതലായിട്ട് ഈ ഫംഗസ് ഉണ്ടെങ്കിൽ തുമ്മൽ, റെസ്പിറേറ്ററി അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ഇത് ഉള്ളിലേക്ക് എത്തുമ്പോഴായിരിക്കും പ്രോബ്ലം ഉണ്ടാക്കുന്നത്. കൊച്ചുകുട്ടികൾക്കെല്ലാം തന്നെ ഓർക്കാനും കഠിനമായ വയറുവേദനയെല്ലാം ഈ ആസ്പെർജില്ലസ് പോയ്സണിങ്ങിൻ്റെ ലക്ഷണമായിട്ട് കാണാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചോദിക്കും, ഈന്തപ്പഴം അപ്പോൾ കഴിക്കണ്ടേ? കഴിക്കാം. എന്നാൽ ഈന്തപ്പഴം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈന്തപ്പഴം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുറിച്ച് ഇതിനകത്ത് നോക്കുക. ഒന്ന്, ഇതിനകത്ത് പുഴുവില്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത്, ഇതിനകത്ത് ഈ കറുത്ത നിറത്തിലുള്ള ഡോട്ടുകളോ ഇല്ലെങ്കിൽ ചെറിയ പൊടി, കറുത്ത അല്ലെങ്കിൽ ചാര കളറിലുള്ള പൊടിയുടെ സാന്നിധ്യം, പൂപ്പലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ, പൂപ്പലിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഓരോ ഈന്തപ്പഴവും കഴിക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഈന്തപ്പഴം കിട്ടിയ പാടെ വായ്ക്കകത്തേക്ക് ഇടുന്ന ഒരു രീതി ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ഈ മെഷീൻസിലെല്ലാം പ്രോസസ്സ് ചെയ്ത് വരുന്ന ഈന്തപ്പഴത്തിൻ്റെ ഈ കുരു കളഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മെഷീനിൽ ജാമായിട്ട് നല്ല പ്രസ് ചെയ്ത് വരുന്ന തരത്തിലുള്ള ഈന്തപ്പഴവും നമ്മുടെ നാട്ടിൽ കിട്ടും. ഈ ഈന്തപ്പഴത്തിനകത്ത് പുഴുവുണ്ടോ ഫംഗസ് ഉണ്ടോ തിരിച്ചറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് എങ്ങനെ ശ്രമിച്ചാലും സാധിക്കില്ല. ഇത് അതോടുകൂടി എടുത്ത് കഴിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട്
ഇത്തരത്തിലുള്ള ഈന്തപ്പഴം ഉപയോഗിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഓരോ ഈന്തപ്പഴമായിട്ട് വരുന്ന കുരുവോടുകൂടി വരുന്ന ഈന്തപ്പഴം എടുത്ത് ഓരോന്നും ശ്രദ്ധിച്ച് ഒന്ന് പൊളിച്ച് നമ്മളൊന്ന് വെളിച്ചത്തിൽ കാണാൻ പറ്റുന്നിടത്ത് നോക്കി കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കി കഴിക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് വളരെ രുചികരവും ആരോഗ്യകരമായിട്ടുള്ള ഈന്തപ്പഴം കഴിക്കാവുന്നതാണ്. ഇത് എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്ക്, പ്രത്യേകിച്ച് ഈ നോമ്പ് സമയത്ത് എല്ലാ മുസ്ലിം സഹോദര കുടുംബങ്ങളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും സേഫായിട്ടും സുരക്ഷിതമായിട്ടും ഈന്തപ്പഴം കഴിക്കട്ടെ. എല്ലാവർക്കും ആരോഗ്യകരമായിട്ടുള്ളൊരു നോമ്പ് കാലം ആശംസിക്കുന്നു. ബൈ.